എൻ്റെ പേരിൽ കുറ്റമില്ലെന്ന് അവനറിയാം. പകരം ഞാനാണ് കുറ്റക്കാരനെങ്കിൽ അവൻ എന്നെ വിളിച്ചേനെ. അല്ലാതെ എന്റെ പേരിൽ പറയാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് അച്ഛൻ എന്താ ചിന്തിക്കാത്തത്? അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ നിന്റെ ഭാഗത്ത് നിറയെ തെറ്റുണ്ടെന്ന് നിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ എനിക്കറിയാം. അപ്പൊ അവന് പറയാനാണെങ്കിൽ പറയാൻ എത്ര കാണുമെന്നൊന്ന് ആലോചിച്ചു നോക്ക്. ഓ, അച്ഛനപ്പോ പൂർണ്ണമായി അവരുടെ സൈഡാണല്ലേ? ഞാൻ ആരുടെയും സൈഡൊന്നുമല്ല. ഈ കാര്യത്തിൽ നടുക്ക് നിൽക്കുന്നവനാ. മുൻപേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, വേണ്ടെങ്കിൽ വേണ്ട, ഡിവോഴ്സ് ചെയ്ത് അവനെ അവന്റെ വഴിക്ക് ജീവിക്കാൻ വിട്. എന്നിട്ട് നീ ഇപ്പോഴും അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് എന്താണ് അതിന്റെ ആവശ്യം? അതാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. എനിക്ക് ഇന്നലെ ഒരു കോൾ വന്നിരുന്നു, ഒരു അനോണിമസ് കോൾ. ആളാരാണെന്ന് വ്യക്തമല്ല. എന്ത് കോള്? അത് അനോണിമസ് ആണെന്ന് തോന്നാൻ കാരണമെന്ന് പറയാം. ഞാൻ ആരാണെന്നുള്ളത് പ്രധാനമല്ല. മറ്റൊരു പ്രധാന കാര്യം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എന്ത് കാര്യം? നിങ്ങൾ ആരാ? അത് പറയൂ ആദ്യം. ഇന്ത്യവരത്തിൽ നിങ്ങൾക്ക് പകരക്കാരെ ഒരുക്കാൻ അണിയറ നീക്കങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു കുഞ്ഞിനെ നേടാൻ കോടികൾ ഇറക്കുകയാണ് അവിടുത്തെ സ്ത്രീകൾ. ശരി, ഓക്കെ. നിനക്കത് ആരാണെന്ന് വല്ലതും മനസ്സിലായി? എങ്ങനെ ചിന്തിച്ചിട്ടും എനിക്ക് ആ ശബ്ദം ആരുടേതാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ കേട്ട് പരിചയമുണ്ട്, അത് ഉറപ്പാ. ശരി, ആയിക്കോട്ടെ. എന്തുകൊണ്ട് ആ കോൾ നിനക്ക് തന്നെ വന്നെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു. കാരണം വ്യക്തമല്ല. ബട്ട് എനിക്കിപ്പോ ആവശ്യമുള്ള ഡേറ്റയാണ് അവരിപ്പോ തന്നത്. എങ്കിൽ ഉറപ്പിച്ചു. നീയും മഹേശ്വരിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നന്നായി അറിയാവുന്ന, നിന്നെ അറിയാവുന്ന, നിനക്കും അറിയാവുന്ന ഒരാൾ തന്നെയാവണം നിന്നെ വിളിച്ചത്. ക്യാൻ ബി. ശരിയായിരിക്കും. ആയിരിക്കുമെന്നല്ല, ശരി മാത്രമാണത്. കാരണം നിന്നോട് അവർ പറഞ്ഞത് നീ അത് അറിയണമെന്നതുകൊണ്ടാണ്. എന്ന് വെച്ചത് നിന്റെ നല്ലതിനാവണമെന്നില്ല. മറിച്ച് നീ അറിയുന്നതിൻ്റെയും നിന്റെ പ്രതികരണത്തിൻ്റെയും ഗുണഭോക്താവ് അവരുകൂടി ആയതുകൊണ്ടാണ്. അത് ശരിയാണ് അച്ഛാ, എനിക്കും തോന്നിയത് അത്. എന്നാൽ ഒന്നുകൂടി നീ മനസ്സിലാക്കിക്കോ. നീ ഇതറിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് മഹേശ്വരിയാണെന്ന് അറിഞ്ഞിട്ടും നിന്നോട് തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞെങ്കിൽ അത് മഹേശ്വരിയുടെ ശത്രുപക്ഷത്തുള്ള ഒരാളാണെന്ന് ഉറപ്പല്ലേ? ഇത്രയൊന്ന് മനസ്സിൽ വെച്ച് നീ ചിന്തിച്ചാൽ മതി. നിനക്കതാരാണെന്ന് എളുപ്പം കണ്ടെത്താൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക് അതാരാണെന്ന്. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.